പ്രിയമുള്ളവരെ, അവർ സന്യാസികളായിരുന്നു, ഉറ്റ ചങ്ങാതിമാരുമായിരുന്നു. ഒരിക്കലും പിണങ്ങാതിരുന്ന അവർ ദൂരെയിരുന്ന ഒരു കല്ല് ചൂണ്ടിക്കാണിച്ച് ഒരുവൻ പറഞ്ഞു, അത് നിന്റേതാണെന്ന് നീ വാദിക്കണം, അത് വിട്ടുതരരുത്. ഞാനും അത് എൻ്റേതാണെന്ന് വാദിക്കാം, അങ്ങനെ നമുക്ക് പിണങ്ങാം. ഒന്നാമൻ ആ കല്ല് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ തുടങ്ങി, ആ കല്ല് എൻ്റേതാണ്. മറ്റവനും അതുപോലെ തന്നെ വിട്ടുകൊടുക്കാതെ പറഞ്ഞു, ഇത് നിൻ്റേതല്ല, അതെൻ്റേതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശബ്ദമുയർന്നു, ഇത് എൻ്റേതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നിനക്കിത് ഞാൻ തരില്ല. മറ്റവൻ്റെയും സ്വരമുയർന്നു, കണ്ടമിടറി. തുടർന്ന് അങ്ങോട്ട് നാം കാണുന്നത്, ഒരുവൻ പറയുകയാണ്, നിൻ്റേതാണെങ്കിൽ അത് നീ എടുത്തുകൊള്ളൂ, എനിക്കത് വേണ്ട. കാരണം അവർ ഒറ്റ ചങ്ങാതിമാരാണ്, അവർക്ക് പിണങ്ങാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ആരെയും പിണക്കാതെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക എന്ന ഒരു ജീവിത നയവുമായി മുന്നോട്ടു പോകുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ക്രിസ്തുനാഥൻ നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുള്ളതും ഇത് തന്നെയാണല്ലോ. ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരെയും സ്നേഹിക്കാൻ പറഞ്ഞ നമ്മുടെ ഗുരുനാഥൻ, ശത്രുക്കളെപ്പോലും സ്നേഹിക്കാൻ പറഞ്ഞവൻ, സ്നേഹത്തിൽ ധൂർത്ത് കാണിക്കുന്ന നമ്മുടെ സ്നേഹനിധിയായ പിതാവ്, ആ പിതാവിൻ്റെ മക്കളായ നാം എല്ലാവരോടും സ്നേഹത്തിൽ വർത്തിക്കണമെന്നാണ് അവിടുത്തെ ആഗ്രഹം. എല്ലാവരോടും കാരുണ്യം കാണിക്കുന്ന അവിടുന്ന് നമ്മോടും കാരുണ്യം കാണിക്കുന്നു. നമുക്കും നമ്മുടെ സഹോദരങ്ങളോട് കാരുണ്യം കാണിക്കാൻ ഇടയാകട്ടെ. ഫീദേ ഹാർമോണിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ഫീദേ ഹാർമോണിയ. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കും. യേശുവിനെ അറിഞ്ഞവർക്ക് ആർക്കും അവനെ പ്രഘോഷിക്കാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാനാൻകാരി സ്ത്രീയും അതുപോലെ തന്നെയാണ്. അവൻ എൻ്റെ ജീവിതത്തിൽ മിശിഹായാണ്, ക്രിസ്തുവാണ് എന്ന തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അവൾ കുടം അവിടെ കിണറ്റിൻ കരയിൽ ഉപേക്ഷിച്ച് അവളുടെ നാട്ടിൻ പ്രദേശത്തേക്ക് ചെന്ന് അവൾ എല്ലാവരോടും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന പ്രവാചികയായി മാറുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള ക്രിസ്തു അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്കും പ്രഘോഷിക്കാതിരിക്കാൻ സാധ്യമല്ല. ഏത് ക്രിസ്തു അനുഭവം ആയിക്കൊള്ളട്ടെ, അതെല്ലാം ദൈവത്തെ വാഴ്ത്തിപ്പാടാനുള്ളതാണ്, മഹത്വപ്പെടുത്താനുള്ളതാണ്, ദൈവത്തോട് നന്ദി പറയാനുള്ളതാണ്. തീർച്ചയായും നമ്മുടെ ക്രിസ്താനുഭവങ്ങൾ ദൈവത്തെ വാഴ്ത്തിപ്പാടാൻ ഉപകരിക്കുന്നതാകട്ടെ. ദൈവത്തെ നമുക്ക് വാഴ്ത്തിപ്പാടി ഈ ഗീതം ആലപിക്കാം. വാഴ്ത്തിടും നീതാ സ്വർഗനായക, കാത്തുകൊള്ളുക നീ സർവദായക. വിണ്ണിൽ വാഴും നിന്റെ രാജ്യം വന്നിടേണമേ, മധുരം നിന്നാമം പാവനം.
മാടം തന്നിലോ നിർനിമിഷ നേത്രനായി നീ കാത്തരുൾവോ ഞങ്ങളെ നീളെ പൂവിൻ കാതിൽ കാറ്റിൻ നീണമായി വരൂ നീ അല്ലിത്തേൻ മുല്ലയ്ക്കും പൂഞ്ചുണ്ടിൽ അലിയൂ പാൽത്തുള്ളിയായി ദേവദൂതരോ വിൺപിറാക്കളായി പൂച്ചൊരിഞ്ഞുവോ പൊന്നൊലിവുകൾ. സ്നേഹലോലമായ മാറിൽ ചാഞ്ഞുറങ്ങും പൈതലേ അമ്മമാർ താരാട്ടുപാടും അങ്കണം നിന്നാലയം ഇന്നീ വീടേ സ്വർഗം സ്നേഹഗീതമായി വരൂ നീ കൈക്കുമ്പിൽ നീട്ടും പൊന്നുണ്ണിക്കും കനിവിൻ തീർത്ഥം തരൂ ദേവദൂതരോ വിൺപിറാക്കളായി പൂച്ചൊരിഞ്ഞുവോ പൊന്നൊലിവുകൾ. ഞങ്ങൾ പാടുമങ്കണങ്ങൾ പൂക്കളങ്ങളായി മലരിൻ കൈകളിൽ തേൻകുടം. നമ്മുടെ മുറിവുകളെല്ലാം വിശുദ്ധ കുർബാനയാകുന്ന മഹായാഗാർപ്പണത്തിലൂടെ സൗഖ്യമാക്കപ്പെടുന്നു. നിരാശയിൽപ്പെട്ട് മൃതനായിരുന്ന എന്നെ ഉത്തിതനായ ഈശോ യാഗാർപ്പണത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് ജീവൻ നൽകുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അത് എത്രമാത്രം മഹത്തരമാണ്, കരുതലുള്ളതാണ്, എന്നെ കൈപിടിച്ച് നടത്തുന്നതാണ്. ദൈവസ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ഈ മനോഹര ഗാനം നമുക്കെല്ലാവർക്കും ആസ്വദിക്കാം, ദൈവത്തെ വാഴ്ത്തിപ്പാടാം. ഞാൻ ജീവന്റെ വാതിൽ, നീ തേടുന്ന ഭാഗ്യം, ഞാൻ സ്വർഗീയ ജീവൻ, നീ തേടുന്ന ഭോജ്യം, താതനിൽ നിന്നിതാ ആത്മനെ തന്നിടാം. നീ പാപിയാണെന്നാലും നിന്നെ ഞാൻ കാത്തിടാം. ഞാൻ ജീവന്റെ വാതിൽ, നീ തേടുന്ന ഭാഗ്യം,
വസിക്കുകിൽ ഞാൻ നിന്നോടു ചേരാം. നീ എന്നിൽ വസിക്കുകിൽ ഞാൻ നിന്നോടു ചേരാം. ആരും നൽകാത്ത സന്തോഷവും ലോകം നീകാത്ത സൗഭാഗ്യം ഞാനേകിടാമെന്നാലും നീ വരൂ എൻ പാതേ. ഞാൻ ജീവന്റെ വാതിൽ നീ തേടുന്ന ഭാഗ്യം ഞാൻ സ്വർഗീയ ജീവൻ നീ തേടുന്ന ഭോജ്യം കാതനിൽ നിന്നിതാ ആത്മനേ തന്നിടാ. നീ പാപിയാണെന്നാലും നിന്നെ ഞാൻ കാത്തിടാം. നീ വിശ്വാസസാക്ഷിയായി എൻ മാർഗത്തിൽ പോയാൽ നീ വിശ്വാസസാക്ഷിയായി എൻ മാർഗത്തിൽ പോയാൽ മണ്ണിൽ കാണുന്നതിരുളെങ്കിലും നിന്നിൽ കത്തുന്ന മണിദീപമായി ഞാൻ തൂക്കിടാമെന്നാളും പാതയിൽ എൻ വരം. ഞാൻ ജീവന്റെ വാതിൽ നീ തേടുന്ന ഭാഗ്യം ഞാൻ സ്വർഗീയ ജീവൻ നീ തേടുന്ന ഭോജ്യം കാതനിൽ നിന്നിതാ ആത്മനെ തന്നിടാ. നീ പാപിയാണെന്നാലും നിന്നെ ഞാൻ കാത്തിടാം. എൻ്റെ അടുത്ത് നിൽക്കുന്നവൻ, എൻ്റെ ദുരിതങ്ങൾ ഏറ്റെടുക്കുന്നവൻ, ആ യേശുവെ നമുക്ക് പാടി വാഴ്ത്താം സാക്സോഫോൺ എന്ന മ്യൂസിക്കൽ ഉപകരണത്തിലൂടെ.
ആത്മീയ നിറവുണർത്തുന്ന ഒരുപിടി നല്ല ഗാനങ്ങളുമായി ഫീദൈ ഹാർമോണിയയുടെ മറ്റൊരു എപ്പിസോഡ് കൂടെ ഇവിടെ വൈൻഡപ്പ് ആകുന്നു. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ ഫ്രണ്ട്സ്. ഫീദൈ ഹാർമോണിയ. നിങ്ങളൊരു ഗായകനോ ഗായികയോ ആണോ? ഒപ്പം നിങ്ങളുടെ പ്രായം 15-നും 35-നും ഇടയിലാണോ? എങ്കിൽ ഫിദെ ഹാർമോണിയയിൽ പങ്കെടുക്കാൻ ഒരു സുവർണാവസരം. വിശദ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യൂ 8606 460033.